നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ഇക്കൊല്ലമൊന്നും ഉരുകിത്തീരുന്നതല്ല, കൂടുതൽ സ്ട്രോങ് ആവുകയാണെന്ന് കഴിഞ്ഞ ഒരൊറ്റ ദൃശ്യത്തിൽ നിന്നും വ്യക്തം. രാജ്ഭവനിൽ വെച്ചെങ്കിലും മഞ്ഞുരുക്കം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അത് വെറുതെയായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ ഉടക്ക് തുടരുന്നു എന്ന സന്ദേശം കൃത്യമായി നൽകുന്ന വേദിയായിരുന്നു ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ കണ്ടത്. വിവിധ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതി സമീപിച്ചതിനെ തുടർന്നാണ് വീണ്ടും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോരിന് കാരണമായത്. സർക്കാരിന്റെ മുഖം മിനുക്കാൻ വേണ്ടിയുള്ള പുനഃസംഘടനാ ചടങ്ങിൽ വെച്ചാണ് ദീർഘകാലത്തിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരസ്പരം ഒരു വേദിയിൽ എത്തിയത്. എന്നാൽ ചടങ്ങിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരസ്പരം മിണ്ടാൻ ഇരു നേതാക്കളും തയ്യാറായതേയില്ല. കടുത്ത പിരിമുറുക്കം ഇരു നേതാക്കളിലും പ്രകടമായിരുന്നു. വേണമെങ്കിൽ പരസ്പരം മഞ്ഞുരുക്കാനുള്ള വേദിയായിരുന്നു ഇത്. എന്നാൽ അത്തരമൊരു നീക്കം രണ്ടുപേരിൽ നിന്നും ഉണ്ടായതേയില്ല. വേദിയിൽ അടുത്തടുത്തായിരുന്നിട്ടും പരസ്പരം നോക്കുകയോ ഹസ്തദാനം നൽകുകയോ ചെയ്തില്ല മുഖ്യമന്ത്രിയും ഗവർണറും. ചടങ്ങ് ആരംഭിച്ച മുതൽ തന്നെ ഇരുവരും പരസ്പരം മുഖത്തുപോലും നോക്കിയില്ല. മാത്രമല്ല, അവിചാരിതമായി പോലും പരസ്പരം കണ്ണുടക്കാതിരിക്കാനും നേതാക്കൾ നന്നേ ശ്രദ്ധിച്ചു. ഗണേശനും കടന്നപ്പള്ളിക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം ഉടൻ തന്നെ ഗവർണർ വേദിയിൽ നിന്നും മടങ്ങി. ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെയാണ് മടങ്ങിയത്. ഇത് ഇരുവരും തമ്മിലുള്ള ഭിന്നത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഇതിനു പിന്നാലെ മന്ത്രിമാരെ അഭിനന്ദിച്ച ശേഷം മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യുവാനോ അഭിവാദ്യം ചെയ്യുവാനോ ഇരുവരും തയ്യാറായതുമില്ല. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരുമെന്നതിന്റെ സൂചനയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഇരുവരും നൽകിയത്. മുഖ്യമന്ത്രി കൂടാതെ പുതിയ മന്ത്രിമാർ ഒഴികെയുള്ള മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചു. AK ശശീന്ദ്രനും പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മാത്രം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധിച്ച SFIക്കാർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് ഇന്നലെയും ഗവർണർ വിമർശനം ഉന്നയിച്ചിരുന്നു. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായാൽ ഇനിയും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുമെന്നും ഗവർണർ വ്യക്തമാക്കി. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു മറുപടി. ഗവർണർ ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കുന്നതിനെതിരെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് ഇന്നലെയാണ്. ആ ഒരു ദേഷ്യവും ഗവർണറുടെ മുഖത്തുണ്ടാകാമെന്ന് വ്യക്തം. ഹർജിയുടെ ആദ്യഘട്ട പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം.